ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബദർ യുദ്ധത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൻ്റെ ഗതി നിർണയിച്ച അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് ഒരു മതമായി രൂപകൽപ്പന ചെയ്യപ്പെടാൻ കാരണമായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതിനെ യുദ്ധമെന്ന് വിളിക്കാൻ പറ്റോ അതല്ല വേറെന്തെങ്കിലും പേരുകളിലാണോ വിളിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ചർച്ച കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണയിലെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്ലാമിൽ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ അഹ്ലുസുന്നത്തിന്റെ തന്നെ കിതാബുകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് വായിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുജാഹിദുകൾ ഇറക്കിയിട്ടുള്ള ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കാണ്. മലയാളത്തിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഈ ഒരു ഗ്രന്ഥമാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് മുജാഹിദ് പണ്ഡിതന്മാര്, പുരോഹിതന്മാര് ചരിത്ര അറിവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രന്ഥം ഒരു പാഠ്യ വിഷയമായി തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു. ഞാനിത് വായിക്കാം. ഇതിലെ കുറച്ച് ഭാഗങ്ങൾ പ്രാധാന്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് പറയാനുള്ളത്. മക്കയിൽ മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അവർ രക്ഷാമാർഗവും തേടിക്കൊണ്ട് സ്വതന്ത്രമായ മതപ്രബോധനത്തിന് പറ്റിയ മണ്ണ് കണ്ടെത്തി മദീനയിലേക്ക് ഹിജ്റ പോയത്. ശത്രുക്കൾ നബിയെ ഗൂഢമായി വധിക്കാൻ പരിപാടിയിട്ട ദിവസമായിരുന്നു നബിയുടെ ഹിജ്റ. മദീനയിൽ ഇസ്ലാം വളരുകയും മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതിൽ മക്ക മുശ്രിക്കുകൾ അതിയായ ഉത്കണ്ഠയിലായിരുന്നു. അതിനാൽ മദീനയെ ആക്രമിച്ച് മുസ്ലിങ്ങളെ തകർക്കാൻ ശത്രുക്കൾ ഒരവസരം പാർത്തുകൊണ്ടിരുന്നു. തങ്ങളുടെ കച്ചവട യാത്രക്ക് മുഹമ്മദും അനുയായികളും തടസ്സം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും അവരെ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മദീനയിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ പോകുന്നത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ആലോചനയിലൂടെയല്ല. മാസങ്ങളോളം മദീനയിലുള്ള ആളുകളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാർ അവരുമായി ബന്ധപ്പെട്ട് അവിടെ ആളുകൾ പ്രതിനിധികളായി ചെന്നുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി ഓക്കെ ആയി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പ്രവാചകൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ബാക്കി എന്താ പറഞ്ഞു നോക്കാം. ഇതെല്ലാം മനസ്സിലാക്കിയ മുസ്ലിങ്ങൾ ആക്രമണം ഉണ്ടായാൽ അത് ചെറുക്കുന്നതിന് തയ്യാറെടുപ്പ് നടത്താനും തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചടക്കുകയും ചെയ്ത ശത്രുക്കൾ മദീന വഴി കടന്നു പോകുമ്പോൾ അവരെ തടഞ്ഞ് കച്ചവട ചരക്കുകൾ കൈവശപ്പെടുത്തി ശക്തി തളർത്താനും ആലോചിച്ചു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ സുരക്ഷിതത്വത്തിനും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായുള്ള ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യം വകവെച്ച് കിട്ടുന്നതിനും വേണ്ടി ശത്രുവിന്റെ ശക്തിയെ തളർത്തേണ്ടത് അനിവാര്യമാണെന്ന് മുസ്ലിങ്ങൾ കണ്ടു. ഈ സെന്റൻസിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മക്കത്തുനിന്ന് ഇത്രയും ദ്രോഹങ്ങൾ സഹിച്ച ശേഷം ഒരു പ്രാണരക്ഷാർത്ഥം മദീനയിലേക്ക് പോയി. മദീനയിൽ അവിടെ അൻസാറുകൾ പ്രവാചകന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ചരിത്രങ്ങൾ അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കാരണം മദീനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അൻസാറുകൾ മുഹാജിറുകളായിട്ടുള്ള നബിക്കും സ്വഹാബത്തിനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. ഭാര്യമാരെ തൊലാക്ക് ചൊല്ലി അവർക്ക് ഭാര്യമാരായി നിക്കാഹ് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ സ്വത്തുക്കൾ പാതി വെച്ച് പാതി മുഹാജിറുകൾക്ക് കൊടുത്തു. അങ്ങനെ എല്ലാ പരിപൂർണമായിട്ട് പങ്കുവെക്കപ്പെടുകയും ആ നാടിന്റെ അധികാര സ്ഥാനം പോലും പ്രവാചകനിൽ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകൻ അവിടെ കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ ബിസിനസ് കച്ചവട സംഭവങ്ങൾ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം നടത്തി അങ്ങനെ നല്ലൊരു രൂപത്തിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റോ അങ്ങനെയൊന്നുമല്ല നടന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശക്തി തളർത്താൻ മുസ്ലിങ്ങൾ ആലോചിച്ചു. ശത്രുക്കള് എന്ന് പറയുന്നത് മക്കയിലുള്ള ഖുറൈശികളായിട്ടുള്ള ആളുകളാണ്. അവര് ഇസ്ലാമിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് ഈ മദീനയിലുള്ള സേഫ് സോണിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അഥവാ പ്രവാചകൻ വെറുതെ ഊഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശത്രുക്കൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ ഇല്ല എന്നുള്ളത് ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹിജ്റ 1-ാം വർഷം സിറിയയിൽ നിന്ന് മടങ്ങുകയായിരുന്ന 300 പേരടങ്ങിയ ഖുറൈശി കച്ചവട സംഘത്തെ നേരിടാൻ നബി പിതൃവ്യനായ ഹംസയുടെ നേതൃത്വത്തിൽ 30 അംഗ സംഘത്തെ അയച്ചുവെങ്കിലും അന്ന് മജ്ദിയ്യുബ്നു അംറിന്റെ മധ്യസ്ഥതയിൽ 2 വിഭാഗവും സന്ധിയിലായി. അപ്പോൾ ഹിജ്റ 1-ാം വർഷം സിറിയയിൽ നിന്ന് കച്ചവട സംഘമായിട്ട് മടങ്ങുന്ന 300 പേരടങ്ങിയ ഖുറൈശി കച്ചവട സംഘത്തെ നേരിടാൻ നബി ഹംസയുടെ നേതൃത്വത്തിൽ 30 അംഗ സംഘത്തെ അയച്ചുവെങ്കിലും മജ്ദിയ്യുബ്നു അംറിന്റെ മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ അവർ 2 കൂട്ടരും സന്ധിയിലായിട്ട് അങ്ങനെ ഒരു സംഘടന നടക്കാതെ അത് പോയി എന്നാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുറൈശി കച്ചവട സംഘം നബിയെയും സ്വഹാബത്തിനെയും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഇവര് നേരിടാൻ പോയതല്ല. ഖുറൈശി കച്ചവട സംഘം കച്ചവടം നടത്തിയതിനു ശേഷം അവരുടെ ബിസിനസ് സാമഗ്രികളുമായിട്ട് അവരവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സംഘത്തെ നേരിടാൻ മദീനയിൽ നിന്ന്
ആളുകളെ വിടുകയാണ് ആര്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആരെയാണ് ആക്രമിക്കാൻ ചെല്ലുന്നത് എന്ന് നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഒരു തവണ സംഘടനത്തിന് വേണ്ടി ചെല്ലുകയും അവിടെ നിന്ന് മധ്യസ്ഥ ശ്രമം കൊണ്ട് അതില്ലാതെ തിരിച്ചു പോരുകയും ചെയ്തു. ഇനി അതിനുശേഷം ഹിജ്റ 2-ാം വർഷത്തിന്റെ ആരംഭത്തിൽ നബിയുടെ നേതൃത്വത്തിലുള്ള സംഘം മറ്റൊരു കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടി വദ്ദാനിലെത്തിയെങ്കിലും സംഘം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെയും രണ്ടാമത്തെ കച്ചവട സംഘത്തെ തടയാൻ പോലാണ്. ഈ കച്ചവട സംഘത്തെ തടയാൻ പോകുന്നത് തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടവും തൗഹീദിന്റെ വിജയം സംസ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൗഹീദി പ്രബോധനത്തിന് വേണ്ടിയൊക്കെ ആണെന്ന് എങ്ങനെയാണ് ഈ പൗരോഹിത്യ വർഗം വ്യാഖ്യാനിച്ച് ഒപ്പിച്ചത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ അവരെയൊക്കെ തൊലിക്കട്ടിയെ കുറിച്ച് ഇങ്ങനെ ആക്കാനേ വഴിയുള്ളൂ. ഈ ചരിത്രം ഞാൻ വായിക്കുമ്പോഴോ ഒക്കെ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതൊന്നും അല്ല കേട്ടോ. കാരണം നമ്മൾ ഇത്രയും കാലം പുണ്യമെന്നും പരിശുദ്ധമെന്നും കരുതിയ സംഭവങ്ങളാണ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഒന്നുമല്ലാതെ ഒലിച്ചു പോകുന്നതായിട്ടൊക്കെ തോന്നുന്നത്. വളരെ ഗൗരവകരമായിട്ടുള്ള സംഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ സത്യം എന്താണോ അത് കണ്ടെത്താനും ആ സത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കാനും അത് മരണം വരെ മുറുകെ പിടിക്കാനും തയ്യാറാകുക. അപ്പോഴാണല്ലോ നിങ്ങൾ വിശ്വാസികളാവുകയുള്ളൂ. അല്ലാതെ കേവലമായ പേരുകൊണ്ട് അബ്ദുറഹ്മാൻ എന്നോ അബൂബക്കർ എന്നൊക്കെ പേരിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. സത്യവും നീതിയും ധർമ്മവും മനുഷ്യത്വമൊക്കെ അനുസൃതമായി നമ്മുടെ വ്യക്തിത്വം രൂപകൽപ്പന ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയാകുന്നത്, നമ്മൾ നല്ലൊരു വിശ്വാസിയൊക്കെ ആകുന്നത്. അപ്പം 2 തവണയായി അങ്ങനെ തടയൽ സമരം നടക്കാതെ പോകുന്നു. ഇനി മൂന്നാമതായിട്ട് റബിയുൽ അവ്വലിൽ സംഘം മടങ്ങുമ്പോഴും തടയാൻ ശ്രമിച്ചുവെങ്കിലും ബുവാത്തിലെത്തിയപ്പോൾ അവർ രക്ഷപ്പെട്ടതായി കണ്ടു. അപ്പം മൂന്നാമത്തെ തവണ ഈ ബുവാത്തിലെത്തിയപ്പോൾ അവർ രക്ഷപ്പെട്ടതായിട്ട് കണ്ടു. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ആളുകൾ, സ്വഹാബത്ത്, ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയാൻ എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് പിടിച്ചടക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ സമ്പത്ത് പിടിച്ചടക്കലും തൗഹീദിന്റെ നിലനിൽപ്പും ഇതെങ്ങനെ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കൂട്ടരുടെ സമ്പത്ത് കൈക്കലാക്കിയിട്ട് അത് അവരെ തടഞ്ഞിട്ടാണെങ്കിൽ, ഇനിയിപ്പോൾ കൊള്ളയടിച്ച് എന്ന് പറയുന്നത് സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ട. മറ്റൊരു കൂട്ടരുടെ ബിസിനസ് സമ്പത്ത് അവരുടെ മുതല് പിടിച്ചടക്കിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ടാണോ തൗഹീദ് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ തൗഹീദി പ്രബോധനം നടത്തേണ്ടത്? അത് ഹറാമായ മുതലല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം പറയുന്ന ന്യായം എന്താണ്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മക്കയിൽ സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഹിജ്റ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മാസങ്ങളോളം പ്ലാൻ ചെയ്ത് പരമാവധി സംഭവങ്ങളൊക്കെ മദീനയിലേക്ക് എത്തിക്കുകയും പരമാവധി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടാണ് മദീനയിലേക്ക് എത്തിയത്. ഇനി അഥവാ ഇതൊരു വാദത്തിന് വേണ്ടി നമ്മൾ എടുത്താൽ തന്നെ വളരെ ചുരുക്കം ആളുകളാണ് നബിയോടൊപ്പം ഈ ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ളത്. അവർക്ക് എത്ര സ്വത്ത് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഇനി അഥവാ മുസ്ലിങ്ങളുടെ വല്ല സമ്പത്തും അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സമ്പത്ത് പരലോകത്തുനിന്ന് മേടിക്കാം. നമ്മളിപ്പോൾ പലപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പരമാവധി പോരാടി നോക്കുമ്പോൾ ഇഹലോകം നശ്വരമാണ്, പരലോകത്തുനിന്ന് കിട്ടും, പരലോകത്താണ് നീതി ലഭിക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഇസ്ലാമിന്റെ പേരിൽ നമ്മളെ ദ്രോഹിച്ച് നമ്മുടെ സ്വത്തുക്കളൊക്കെ അവർ കൈക്കലാക്കി നമുക്കത് പരലോകത്തുനിന്ന് നേടാം, അല്ലെങ്കിൽ പരലോകത്തുനിന്ന് നമുക്ക് പടച്ചവൻ അത് തരും, ഇരട്ടിക്കരട്ടിയായി തരും എന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ വിശ്വസിക്കാനാണല്ലോ നബി പഠിപ്പിച്ചെന്നാണല്ലോ ഇവർ പറയുന്നത്. ആ ഒരു വിശ്വാസപ്രകാരം അത് പറഞ്ഞ ആളത് പാലിച്ചുകൊണ്ട് മദീനയിൽ വന്ന് അവിടെ ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോവുകയല്ലേ യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ ഒരു ദർശനത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ അനുയായികൾ ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ പ്രവാചകനെയും സ്വഹാബത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആയോ നീ എന്നൊക്കെ ചോദിക്കണ്ട. പ്രവാചകനും സ്വഹാബത്തും ൻ്റെയും ധാർമ്മിക ബോധം, സദാചാര ബോധം, ഹക്കും ബാത്തിലും ബോധം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണല്ലോ. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ. അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അന്നത്തെ സാഹചര്യവും അന്നത്തെ അവസ്ഥകളൊക്കെ കംപ്ലീറ്റ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ പിടിച്ചടക്കിയ സമ്പത്ത് ഉപയോഗിച്ചിട്ട് തൗഹീദി പ്രബോധനം നടത്തണം, അല്ലെങ്കിൽ തൗഹീദിന്റെ നിലനിൽപ്പിന് അത് വേണം. ഖുറൈശികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അത് ഹക്കും ബാത്തിലും നോക്കിയിട്ടാണോ? ഒരു ഹക്കും ബാത്തിലും നോക്കുന്നില്ല. അവരുടെ കച്ചവട സംഘത്തിൽ എത്രയുണ്ടോ അത് മുഴുവൻ പിടിച്ചടക്കുക, എന്നിട്ട് ആ ആളുകളെ ബന്ദികളായി പിടിച്ചെടുക്കലോ അങ്ങനെ എന്തൊക്കെയോ സംതിങ്. ഇതിനൊക്കെ എങ്ങനെയാണ് വിശുദ്ധമായിട്ടുള്ളൊരു പോരാട്ടമായിട്ട് കണക്കാക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. കാരണം അവിടെ ഒരു സംഘടനം മുശ്രിക്കുകൾ എന്ന് പറയുന്ന ഖുറൈശികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവരവരുടെ കച്ചവട സംഘം മക്കത്തുനിന്ന് മദീനയിലേക്ക് അവർ വരുന്നില്ല. ഏകദേശം 100-200 കിലോമീറ്റർ അപ്പുറത്തു കൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്, സിറിയയിലേക്ക്, ഷ്യാമിലേക്ക് യാത്ര ചെയ്യുന്നത്. മദീനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മദീനയെ ആക്രമിക്കാനൊന്നും അവർക്ക് പ്ലാനും ഇല്ല. അങ്ങനെ പോകുന്ന ഇപ്പൊ തന്നെ 3 തവണ അവർ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചു. ഈ 3 തവണയും അവര് രക്ഷപ്പെട്ടു പോവുകയാണ്. ആരാണ് രക്ഷപ്പെട്ടു പോകുന്നത്? ആരിൽ നിന്നാണ് രക്ഷപ്പെട്ടു പോകുന്നത്? ഈ പറയുന്ന ഖുറൈശികൾ കാരുണ്യത്തിന്റെ തിരുദൂതനിൽ നിന്നും സഹാബ കിറാമിൽ നിന്നും അവരെ പേടിച്ച്
രക്ഷപ്പെട്ടു പോവുകയാണ്. ഇവിടെ എങ്ങനെയാണ് മദീനയിൽ ചെന്നിട്ട് സ്വഹാബത്തിനെയും റസൂലിനെയും ജീവിക്കാൻ അനുവദിക്കാതെ സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഷേബു അബി മലഞ്ചെരുവിൽ പച്ചില തിന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ ഗത്യന്തരമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് പിറന്ന നാടിനെ വിതുമ്പലോടുകൂടി യാത്രയാക്കി സലാം ചൊല്ലി മദീനയിലേക്ക് ചെന്നു എന്ന് പറയുന്ന ആളുകൾ മദീനയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിലുള്ള ഖുറൈശികൾ വീണ്ടും ആക്രമിച്ചപ്പോ ഗത്യന്തരമില്ലാതെ പ്രതിരോധം സൃഷ്ടിക്കുകയായിരുന്നു ബദർ എന്ന് പച്ച നുണ പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരോടാണ് ഈ സംസാരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പച്ച നുണ പറയുന്നത്? യാതൊരു ഉളുപ്പുമില്ലാതെയല്ലേ ഇത്രയും കാലഘട്ടം നിങ്ങളത് പറഞ്ഞിരുന്നത്? എന്നിട്ട് അത് ഉളുപ്പില്ലാതെ നിങ്ങൾ പച്ച നുണയാണ് പറയുന്നത് എന്ന് ഏതെങ്കിലും ഇസ്ലാമിക വിമർശകരായിട്ടുള്ള ആളുകൾ തെളിവ് സഹിതം കിതാബ് ഉദ്ധരിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതൊക്കെ ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നതാണ്. ആ വിമർശകരായിട്ടുള്ള ആളുകൾക്കൊക്കെ മറ്റുള്ള ഇസ്ലാം വിരോധികളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് അവർ പണം വാങ്ങിച്ചിട്ട് സ്പോൺസേഡ് പ്രോഗ്രാമായിട്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ പൈസക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഇസ്ലാമിനെ വെറുതെ കുറ്റം പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ലേ? നുണയുടെ മേൽ പിന്നെയും നുണ പറഞ്ഞ് അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന് എത്തേണ്ടി വരുമെന്നൊക്കെ ചിന്തിക്കാൻ കഴിയും നമുക്ക്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ നിഷ്കളങ്കമായിട്ട് ഇതൊക്കെ പഠിക്കാൻ തയ്യാറായാൽ ഏകദേശ രൂപം നമുക്ക് കിട്ടും. ബാക്കി എന്താണ് നോക്കാം. ഇപ്പം 3 തവണ അവർ രക്ഷപ്പെട്ട കാര്യം നമ്മൾ വായിച്ചു. ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റജബ് മാസത്തിൽ അബ്ദുല്ലാഹിബിനു ജഹ്ഷിന്റെ നേതൃത്വത്തിൽ നബി അയച്ച 8 സംഘം മക്കക്കും ത്വായിഫിനും ഇടയിലുള്ള നഖ്ലയിൽ പതിയിരുന്നു. അതുവഴി കടന്നു പോകുകയായിരുന്ന ഖുറൈശി കച്ചവട സംഘവുമായി ഏറ്റുമുട്ടി. തൗഹീദിന്റെ സംസ്ഥാപനത്തിന് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കൊള്ളയടിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ആ കൊള്ളയടിക്കുക എന്നുള്ള പ്രയോഗിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഈ 3-ാം തവണ കഴിഞ്ഞ് 4-ാമത്തെ തവണയും പോയി പതുങ്ങിയിരുന്നിട്ട് ഏറ്റുമുട്ടുന്നതിനെ കൊള്ളയല്ലാതെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഞാനൊക്കെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ കൊണ്ടു നടന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എനിക്കിത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നേരെ മറിച്ച് ഇതൊക്കെ ഒരു ബിസിനസ്സായിട്ട് കാണുകയും ഇതുകൊണ്ട് സമ്പാദിക്കുകയും അതുപോലെ ഇതൊക്കെ നമ്മൾ അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും, അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ ചോദ്യം ചെയ്യണം. അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം, നമുക്ക് പറ്റുന്നത് എടുക്കുക, പറ്റാത്തത് എടുക്കണ്ട, അങ്ങനെ പോകുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പം 4-ാമത്തെ തവണ എന്താ സംഭവിച്ചതെന്നുള്ളത് നോക്കാം. അവരിൽ ആ പതിയിരുന്നതിന് ശേഷം ആ കച്ചവട സംഘമായിട്ട് ഏറ്റുമുട്ടിയത് പറഞ്ഞല്ലോ. ആ ഏറ്റുമുട്ടലിൽ അവരിൽ ഒരാൾ വധിക്കപ്പെടുകയും 2 പേരെ ബന്ദികളാക്കി നബിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിലുണ്ടായ ഈ സംഘട്ടനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കുകയും ബന്ദികൾ 2 പേരെയും വിട്ടയക്കുകയും ചെയ്തു. ഇവിടെ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച 8 സംഘം. ആരാ അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അതേ നബി തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിടുകയും ചെയ്തു എന്ന്. അപ്പോൾ ഇത് അയക്കുമ്പോൾ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് എന്നുള്ളത് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തോ അല്ലാഹു ആലം. അപ്പം 4-ാമത്തെ തവണ ഉള്ള സംഭവം അങ്ങനെ പോയി. അവരിൽ ഒരാൾ വധിക്കപ്പെടുകയും 2 പേരെ ബന്ദികളാക്കി നബിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യമായിട്ട് കൊല ചെയ്യുന്നത് ആരാണ്? കൊല്ലപ്പെടുന്നത് ആരാണ്? കൊല്ലപ്പെടുന്നത് ഖുറൈശികളിലെ വ്യക്തിയാണ്. കൊല ചെയ്യുന്നത് മുസ്ലിങ്ങളിലുള്ള സ്വഹാബത്തായിരിക്കും. നബി പറഞ്ഞയച്ച ആ 8 സംഘത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യമായി രക്തം ചിന്തി കൊല നടത്തിയത് ആരാണ്? ചിന്തിച്ചു നോക്കൂ. ഈ ഖുറൈശികൾ ആരെങ്കിലും ഇങ്ങോട്ട് അക്രമം അഴിച്ചിട്ടതിൻ്റെ പേരിലാണോ ആ കൊല നടന്നത്? അവരൊരു ഭാഗത്തു കൂടെ കച്ചവടത്തിന് പോകുമ്പോൾ ഇവർ പതുങ്ങിയിരുന്നിട്ട് അവരായിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അവരിൽ ഒരാളെ കൊന്ന് 2 ആളുകളെ ബന്ദികളാക്കി പിടിച്ചത് തൗഹീദിന്റെ സ്ഥാപനത്തിനാണല്ലേ? അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണല്ലേ? അള്ളാഹു ഇങ്ങനെ വഹി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലേ? ആരോടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഇതൊക്കെ പറയുന്നത്? ഇത്രയും കാലം ഇതൊക്കെ ജീവിച്ച വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ വിശ്വാസികൾ ഓരോന്നും ഇന്ന് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി എന്താണോ വേണ്ടത് ഹദീസ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹദീസ് ഇങ്ങ് മുമ്പിൽ വരും. ഇതേപോലത്തെ കട്ടിയുള്ള കിതാബുകൾ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന് പണ്ടത്തെ പോലെ അത് ചുമക്കാനായിട്ട് കുറേ തലയിക്കെട്ടുകാർ ബാക്കിലും വണ്ടിയും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇന്നില്ല. ഈ സംഭവങ്ങൾ മൊബൈലിൽ കിട്ടും. ഈ പറ്റിക്കലുകളൊക്കെ ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ലൊരു മനുഷ്യരാകാൻ തയ്യാറാകാൻ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ.
ബാക്കിയുള്ള ഭാഗം കൂടി വായിക്കാം. ഹിജ്റ 2-ാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ ഖുറൈശികളും ഓഹരി പങ്കാളിത്തമെടുത്ത ഒരു വമ്പിച്ച സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു. ഹിജ്റ 2-ാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ ഖുറൈശികളും ഓഹരി പങ്കാളിത്തമെടുത്ത, മദീനയിലുള്ള ആളുകളുടെ സമ്പത്തല്ല, മക്കയിലുള്ള എല്ലാ ഖുറൈശികളും ഓഹരി പങ്കാളിത്തമെടുത്ത അഥവാ മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്ന ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾ ഓഹരി പങ്കാളിത്തമെടുത്ത പൈസ, ആ ധനമാണ്, ആ കച്ചവട സംഘമാണ്. 20-ലധികം പേരുണ്ടായിരുന്ന സംഘത്തെ നേരിടാൻ ജുമാദുൽ ഊല മാസം നബി 150 പേരടങ്ങുന്ന മുഹാജിറുകളുടെ സംഘത്തെ നയിച്ചു പുറപ്പെട്ടു. അവരാരും ഇങ്ങോട്ട് വരണതല്ല, ഇവരങ്ങോട്ട് പോവുകയാണ്. അവർ സിറിയ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു, ഇവർ അവരെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. ദൈവികമായ എന്തെങ്കിലും ഒരു സംഭവം ഇതിലുണ്ടോ? ഒരു കച്ചവട സംഘം, അവരുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള തടയാൻ പോകുന്ന ആൾക്കാരുടെയും വിശ്വാസം എന്തോ ആയിക്കോ, ആ വിശ്വാസങ്ങളൊന്നും തമ്മിലുള്ള ഒരു പോരാട്ടോ ഒരു മാറ്റുരച്ചലോ ഒന്നും ഇവിടെ ഇല്ല. ഇത് ഒരാൾ മറ്റൊരാളുടെ ധനം അപഹരിക്കാൻ പോകുന്നു. അവിടെ ദൈവവിശ്വാസങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടം അല്ല നടക്കുന്നത്. അവിടെ നടക്കുന്നത് ഖുറൈശികളുടെ കച്ചവട സംഘത്തിൻ്റെ സമ്പത്ത് ഏകദൈവ വിശ്വാസികളായി എന്നറിയപ്പെടുന്ന ഈ ആളുകൾ അള്ളാഹു ഹറാമാക്കിയ മുതൽ തട്ടിപ്പറിക്കുകയാണെന്നും നാളെ പരലോകത്ത് ഇതിന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഈ ഏകദൈവ വിശ്വാസികൾക്ക് ഇല്ല. സാധാരണ ഏകദൈവ വിശ്വാസികൾക്ക് ഇവരുടെ വിശ്വാസപ്രകാരം യഥാർത്ഥ ജീവിതം പരലോകത്താണ്, ദുനിയാവ് സത്യവിശ്വാസികൾക്ക് ജയിലുമാണ്. പിന്നെ പറയേണ്ട കാര്യം, സത്യവിശ്വാസികൾക്ക് ജയിലുമാണ്. അങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മാതൃകാ പുരുഷനായി നിയോഗിക്കപ്പെട്ട അതേ ലീഡർ തന്നെ ഇറങ്ങുവാണ് എന്തിന്? ഈ പറഞ്ഞ സംഘത്തെ കൊള്ളയടിക്കാൻ. ഇത് എത്രാമത്തെ ഇതാണ്? 5-ാമത്തെ തടയലിന് വേണ്ടി പോകാൻ. എന്നിട്ട് ഈ 150 പേരടങ്ങുന്ന മുഹാജിറുകളുടെ സംഘത്തെ നബി നയിച്ചു പുറപ്പെട്ടു. എന്നാൽ അഷീറ എത്തിയപ്പോൾ കച്ചവട സംഘം കടന്നുപോയ വിവരമാണ് ലഭിച്ചത്. ഇത്രയും ഭയപ്പെട്ട് പേടിച്ച് അവരുടെ ജീവിതകാലത്തിൽ അവർ കച്ചവട സംഘം ആയിട്ട് സിറിയയിലേക്ക് പോയിട്ടുണ്ടാവില്ല ഈ ഒരു കാലഘട്ടത്തിലല്ലാണ്ട്. കാരണം പിന്നീട് അങ്ങോട്ട് നടന്നതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് പഠിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി പഠിക്കുക ആദ്യം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ വിശ്വാസം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കൂടിയാണ് എന്ത് തൗഹീദും ശിർക്കും ഈ ജിന്നും അതൊക്കെ എടുത്തിടുന്നത് ഈ ഒരു സാധനം പൂഴ്ത്തി വെക്കാനാണ് എന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചാൽ പിന്നെ തൗഹീദും ശിർക്കും ജിന്നും വസീലത്ത് ശിർക്കും ജിന്നൂരിയും മടവൂരിയും മറ്റേ വേറെന്താ നെട്ടൂര് എന്തൊക്കെ ഊരണ ആളുകളുണ്ടല്ലോ അതൊക്കെ മാറും. ചേകന്നൂരിയും നിരീശ്വരവാദി യുക്തിവാദി ഇങ്ങനെ കുറേ പേരുകൾ വിളിക്കൂലേ മുർത്തദ് എന്നൊക്കെ, അതൊക്കെ മാറി നിൽക്കും ആദ്യം ഇത് ചർച്ച ചെയ്താൽ. കാരണം പിന്നെ അങ്ങനെ ഒരു വിളിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഇത്രയും ഭീകരമാണ് ഈ ചെയ്ത മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം. ഒരല്പം മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇതിനെ സമാധാനം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചില്ലറയൊന്നുമല്ല മക്കളെ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇവർ സമാധാനം കാരുണ്യമൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്ന സമാധാനം കാരുണ്യവും പറച്ചോനെ എനിക്ക് മനസ്സിലാവില്ല ഇത് എന്തിനാ ഈ സമാധാനം എന്ന് പറയുന്നത്. ഇപ്പം ഇതുവരെ നമ്മൾ വായിച്ചത് ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയുന്നതിന് പ്രവാചകനും സ്വഹാബത്തും ശ്രമിച്ച ഈ 5 തവണയും ഇവരുടെ അഥവാ മുസ്ലിങ്ങളുടെ ഈ ഒരു സംഭവത്തെ പേടിച്ച് ഭയപ്പെട്ടിട്ട് റൂട്ടുകൾ മാറിയിട്ടൊക്കെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിൽ വായിച്ചത്. ഈ 5 തടയലുകളും തൗഹീദിൻ്റെ എന്ത് സംരക്ഷിക്കാനാണ്? ഈ തടയലുകളിൽ ആത്മീയമായ ദൈവികമായ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള എന്തെങ്കിലും പോരാട്ടമുണ്ടോ? ഹിജ്റ 2-ാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ ഖുറൈശികളും ഓഹരി പങ്കാളിത്തമെടുത്ത ഒരു വമ്പിച്ച കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നിർത്തിയത്. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഖുറൈശികളുടെ ഓഹരി പങ്കാളിത്തമെടുത്ത ഖുറൈശികൾ, ആ നാട്ടിലുള്ള ഖുറൈശി പ്രമുഖരുടെ സമ്പത്തിൽ നിന്ന് ഓഹരിയായിട്ട് സ്വീകരിച്ച്, ഓരോ ഓഹരി ഒരാൾ ഇത്ര ഓഹരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓഹരിയായിട്ട് സ്വീകരിച്ച പണം ഉപയോഗിച്ച് ചെയ്യുന്ന ബിസിനസ്സാണ്. അല്ല, അത് പ്രത്യേകമായിട്ട് ഈ ബുക്കിൽ കിതാബിൽ എഴുതി വെച്ച കാര്യമാണ് ഞാൻ വായിക്കുന്നത്, എൻ്റെ വക വായിക്കുന്നതല്ല, അതാ നിങ്ങൾ കേട്ടോളൂ. ഹിജ്റ 2-ാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ ഖുറൈശികളും ഓഹരി പങ്കാളിത്തമെടുത്ത ഒരു വമ്പിച്ച കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ ഉപേക്ഷിച്ചു പോയ സ്വത്തിന്റെ സംഭവങ്ങളല്ല ഖുറൈശികൾ അവരവരുടെ സ്വത്തിൽ നിന്ന് പങ്കാളിത്തം എടുക്കുന്നത്
എങ്ങനെയാണ് പ്രവാചകനും സഹാബത്തും ഉപേക്ഷിച്ച് പോകുന്നതാകുന്നത്? ഇനി ഉപേക്ഷിച്ചത് എന്താണെന്നുള്ളതിന് ഉപേക്ഷിച്ചത് എന്തായിരുന്നുവെന്നും എത്രയായിരുന്നതുള്ള പോലെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. വസ്തുത ഇതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 150 പേരടങ്ങുന്ന മുഹാജിറുകളെ സംഘത്തെ നയിച്ചുകൊണ്ട് നബിയും പുറപ്പെട്ടു. എന്നാൽ അഷീർ എത്തിയപ്പോൾ കച്ചവട സംഘം കടന്നുപോയി. ഈ ഖുറൈശികൾക്ക് ഇവരെ ആക്രമിക്കണമെന്നും നബിയെ സഹാബത്തിനെയും പീഡിപ്പിക്കണമെന്നും അവർക്കെതിരെ അക്രമം തൊടുത്തുവിടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ റസൂലിൻ്റെയും സഹാബത്തിനെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടും. അവരെന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ട് ഇങ്ങനെ റസൂൽ വരുന്നുണ്ടെന്നുള്ള വിവരം അറിയുന്നത് കൊണ്ട് തന്നെ എവിടെങ്കിലും വെച്ചിട്ട് റസൂലിനെയും സഹാബത്തിനെയും ഉപദ്രവിക്കാനും നശിപ്പിക്കാനും അല്ലേ നോക്കുക. ഖുറൈശികൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അങ്ങനെ അവർ ചെയ്യുമോ എന്ന് റസൂലും സഹാബത്തും ഊഹിക്കുകയാണ്. എന്നിട്ട് ആ ഊഹം എന്താണെന്ന് ഇപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. റസൂലും സഹാബത്തും വെറുതെ ഊഹിച്ചതല്ല, റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഖുറൈശികൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 5-6 തവണ ഇവരങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നിട്ടും അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു, ഒരു സംഘർഷമില്ലാതെ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവരെ നശിപ്പിക്കാനാണ് വരുന്നതെന്ന്, നശിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഇവർ തടയാൻ പോയതാണ് എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്നത്? ഒരു സത്യസന്ധത എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല ഇതിലൊക്കെ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇനി ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് അടക്കാം. റമളാൻ 3-ന് 313 സഹാബിമാരും 2 കുതിരകളും 7 ഒട്ടകങ്ങളും അടങ്ങിയ ഒരു സംഘത്തെയും നയിച്ചുകൊണ്ട് നബിയെ സിറിയയിൽ നിന്നും അടങ്ങുന്ന കച്ചവട സംഘത്തെ നേരിടാനായി പുറപ്പെട്ടു. ആ സംഘത്തെ അവർ തിരിച്ചു വരുമ്പോൾ, സിറിയയിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആ സംഘത്തെ നേരിടാനായിട്ട് നബി റമളാൻ 3-ന് 313 സഹാബിമാരെയും കൂട്ടിയിട്ട് പുറപ്പെട്ടു. ഈ വിവരം മണത്തറിഞ്ഞ അബൂ സുഫിയാൻ മക്കയിലേക്ക് അടിയന്തരമായിട്ട് ദൂതനെ അയച്ചു. കച്ചവട സംഘത്തെ രക്ഷിക്കാനായി 950 ഭടന്മാരും 100 കുതിരകളും 700 ഒട്ടകങ്ങളും അടങ്ങിയ ഒരു സൈന്യ സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം നബി ഈ 313 ആളുകളുമായിട്ട് പോകുമ്പോൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിൽ വളരെ ചുരുക്കം ആളുകളുള്ളൂ. ഏതൊരു കിതാബിൽ ഞാൻ വായിച്ചത് 40-ഓ 30-ഓ അങ്ങനെ എന്തോ സംതിങ്. അത്ര ആളുകളെ ആരുടെ കൂടെയുള്ളൂ? അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശികളുടെ നേതാവായ കച്ചവട തലവൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. ആ 40-ഓ 30-ഓ പേര് അടങ്ങുന്ന, അത് കൃത്യമായിട്ടുള്ളത് ഒന്നുകൂടെ എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും 50-ൽ താഴേക്ക്. ആ വരുന്ന ആളുകളെ നേരിടാൻ എത്ര പേരാണ് പുറപ്പെടുന്നത്? 313. എന്നാൽ നമ്മുടെ വാള് പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്? 1000-ഓളം വരുന്ന സംഘത്തെ നേരിടാൻ 313 തൗഹീദിൻ്റെ പടനായകർ. ആക്ച്വലി ഈ സംഭവം പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ 30-40 പേരടുന്ന കച്ചവട സംഘത്തെ നേരിടാൻ പുറപ്പെടുന്നത് 313 ഈ 313 ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന വിവരം അബൂ സുഫിയാൻ മക്കയിലേക്ക് അറിയിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അബൂ ജഹൽ 950 ഭടന്മാരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ 950 പേര് അല്ലെങ്കിൽ 1000 പേര് വരുന്നത് ഇവർ 313 വന്നു എന്ന് കണ്ടപ്പോഴാണ്. അല്ലാതെ 1000 പേര് ഇങ്ങോട്ട് വന്നിട്ട് 313 പേര് അങ്ങോട്ട് പോയി ചെയ്തതല്ല. 1000 പേരെ നേരിടാൻ വെറും 313 തൗഹീദിൻ്റെ മലക്കുകളുടെ സഹായത്താൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഒരു റിയൽ ഫാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെ തങ്ങളുടെ പല കാര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ച് ഇവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വസ്തുതയായിട്ട് നിലനിൽക്കുമ്പോൾ ഈ മാതിരി പ്രവർത്തികൾ, കുൽസിത പ്രവർത്തികൾ, എന്താ പറയുക അതിന്, അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ഒരു നീതിബോധം, ഒരു സത്യസന്ധത, ഇതൊക്കെ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത ഉസ്താദുമാർ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരിക? വെറുതെ ഇങ്ങനെ വായിൽ ഇങ്ങനെ നീട്ടി വലിച്ച് വാതിലും കുലിൽ ഹക്ക വൈങ്കാനമുറ, സത്യം എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാനും ആ പ്രാസോപ്പിച്ച് പറയാനും നീട്ടിപ്പരുത്തി ഈണത്തിൽ ചൊല്ലാനും പാടാനൊക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ കുറച്ച് കലാപരമായി കഴിവുള്ള ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ്. ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാനല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ പോലും ഗ്രന്ഥത്തിലുള്ളത് മറ്റൊന്ന്, പറയുന്നത് മറ്റൊന്ന്. നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? മനസ്സിലാവാനായിട്ട് ചോദിക്കുക. അപ്പോൾ ആ 950 ഭടന്മാരെയും കൂട്ടിയിട്ട് ഖുറൈശികളും മക്കയിൽ നിന്ന് പുറപ്പെട്ടു. ഖുറൈശി നേതാക്കളും വീരന്മാരുമെല്ലാം അതിൽ അണിനിരന്നു. റൗഹായിൽ എത്തിയപ്പോഴാണ് കച്ചവട സംഘത്തെ രക്ഷിക്കാനായി വമ്പിച്ചൊരു സൈന്യത്തിന്റെ പുറപ്പാടിനെ പറ്റി നബി അറിയുന്നത്. ഇത്രയും വലിയ ഒരു സൈന്യത്തെ നേരിടാനുള്ള സന്നാഹത്തോടെയല്ല മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. നബി അനുയായികളുമായി കൂടിയാലോചന നടത്തി ഒരു യുദ്ധത്തെ നേരിടുന്ന കാര്യം എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞില്ല എന്ന് അബൂബക്കർ ഉമറും ഒക്കെ അഭിപ്രായപ്പെട്ടു. ഇത് തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു യുദ്ധം നയിക്കാനായിട്ട് അള്ളാഹുവിൻ്റെ ഓർഡർ കിട്ടിയിട്ട് പോയി യുദ്ധത്തിന് പോയതല്ല. മുമ്പ് നടന്ന 5 സംഘടനകളുണ്ടല്ലോ, കൊള്ളയടിക്കൽ, അതുപോലെ ഉള്ള ഒരു 6ാമത്തെ കൊള്ള അടിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് പോയിരുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ സംഭവങ്ങളൊന്നും പറയാതെ, സ്വഹാബത്തിനോടൊന്നും പറയാതെ, മുൻകൂട്ടി അറിയിക്കാതെ പോയത്. അങ്ങനെ അറിയിക്കാതെ പോയത് കൊണ്ട് അബൂബക്കർ ഉമറും ഒക്കെ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അത് അള്ളാഹിൻ്റെ ഓർഡർ പ്രകാരം നടന്ന യുദ്ധമല്ല എന്നുള്ളത് പച്ച മലയാളത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു.
അള്ളാഹിൻ്റെ ഓർഡർ പ്രകാരം നടന്നതല്ല, അള്ളാഹ് അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ മക്കയിൽ നിന്ന് 950 പേരടങ്ങുന്ന സൈന്യം ഈ കച്ചവട സംഘത്തെ രക്ഷിക്കാനായിട്ട് അവരും പുറപ്പെട്ടു. 5 തവണയിലധികം നിരന്തരമായി സ്വഹാബത്തും പ്രവാചകന്റെ നേതൃത്വത്തിൽ ഈ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഈ വിവരങ്ങളൊക്കെ ആരറിയുന്നുണ്ട്? മക്കയിലിരുന്നിട്ട് അബൂജഹൽ അറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്രയും തവണ ക്ഷമിക്കുക, എത്രയായി ക്ഷമിക്കുക? ആലോചിച്ച് നോക്കണം. അവരവരുടെ ബിസിനസ് ചെയ്യുന്നതിന് ഏകദൈവ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് ന്യായമാണോ? എന്നിട്ട് ഇതിന് ശേഷം ഇവർ എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ പിന്നീട് നബിക്ക് കിട്ടിയ വിവരം അബൂ സുഫിയാനെ വഴിമാറി സഞ്ചരിച്ച് മുസ്ലിങ്ങൾക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു എന്നാണ്. ഈ 6ാമത്തെ തവണയും എന്താ ചെയ്തത്? അബൂ സുഫിയാൻ മുസ്ലിങ്ങളുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാ ചെയ്തത്. എന്നാൽ അബൂജഹല് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിനൊരു അറുതി വരുത്തണമെന്ന് കരുതി അബൂജഹല് തീരുമാനിച്ച പ്രകാരം ഈ പറഞ്ഞ സംഘത്തെ കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. ബദറിൽ വന്ന് 3 ദിവസം ഒട്ടകത്തെ അറുത്തും ഭക്ഷണം നൽകിയും മദ്യം വിളമ്പിയും പാട്ടുകാരികൾ വീണമീട്ടിയും കഴിച്ചു കൂട്ടിയിട്ടല്ലാതെ നമ്മൾ തിരിച്ചു പോകില്ല എന്നും അറബികൾ നമ്മളെപ്പറ്റി കേട്ട് ഭയപ്പെട്ടു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ സൈന്യം വർഷം തോറും ചന്തയുത്സവം നടക്കുന്നതും മക്കക്കും മദീനക്കും ഇടയിൽ നിലകൊള്ളുന്നതുമായ ബദറിൽ അൽ ഉസ്വത്തുൽ ഖുസ്വ അകന്ന താഴ്വര അവിടെ ഇറങ്ങി. ജലസൗകര്യമുള്ള സ്ഥലത്താണ് ശത്രുക്കൾ താളമടിച്ചെങ്കിലും മുസ്ലിങ്ങൾ ഇറങ്ങിയ അൽ ഉദുവത്തു ദുന്യ അടുത്ത താഴ്വ തീരം വെള്ളത്തിന് വിഷമമുള്ള മോശപ്പെട്ട സ്ഥലമായിരുന്നു. അവർ ദാഹജലത്തിന് വിഷമിച്ചപ്പോൾ ഒരു മഴയും ലഭിച്ചു. ഉടനെ അവർ വെള്ളം കെട്ടി നിർത്തുകയും പാത്രങ്ങളിൽ നിറക്കുകയും ചെയ്തു. പിന്നെ മുന്നോട്ട് നീങ്ങിയ മുസ്ലിങ്ങൾ തങ്ങൾക്ക് വെള്ളം ലഭിക്കാനും ശത്രുക്കൾക്ക് വെള്ള സൗകര്യം തടയാനും പറ്റിയ സ്ഥലത്ത് താവളമടിച്ചു. ശത്രുപക്ഷത്തെ അസ്വദ് ബിനു അബ്ദുൽ അസദ് മുസ്ലിങ്ങൾ നിർമ്മിച്ച ജലാശയം തകർക്കാൻ വന്നതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഈ പറയുന്ന ശത്രുക്കളുടെ ഭാഗത്ത് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഈ മഴ പെയ്തപ്പോഴൊന്നും വെള്ളം കിട്ടിയില്ല. ഈ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനങ്ങളോ കാര്യങ്ങളോ അവരിൽ എന്തുകൊണ്ടോ ഉണ്ടായില്ല. പക്ഷെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് അവർക്ക് ജലം ശേഖരിക്കാനും ഒക്കെ പറ്റി. വെള്ളത്തിന്റെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി കാരണം ഈ ശത്രുപക്ഷത്തെ ആളുകൾ മുസ്ലിങ്ങളുടെ ഈ ജലാശയം തകർക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അബ്ദുൽ അസദ് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിങ്ങൾ നിർമ്മിച്ച ജലാശയം തകർക്കാൻ വന്നതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. അത് തകർക്കാനായിട്ട് അവർ വന്നപ്പം യുദ്ധം ആരംഭിച്ചു എന്ന്. ഹംസ അദ്ദേഹത്തിന്റെ കാലിന് വെട്ടി. ഇത് തകർക്കാൻ വന്ന ആളുടെ കാലിന് ഹംസ വെട്ടുകയും എന്നിട്ട് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പം നേരത്തെ നമ്മളൊരു സംഘട്ടനത്തിൽ ഒരു കൊല നടത്തിയത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഖുറൈശികളായിട്ടുള്ള ആളുകളെയാണ് കൊന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഈ ബദറിന്റെ സാഹചര്യത്തിൽ വന്നപ്പോഴും ആദ്യമായി കൊല നടക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അബ്ദുൽ അസദ് എന്ന് പറയുന്ന വ്യക്തിയെ കാലിന് ആദ്യം വെട്ടുകയും എന്നിട്ട് പിന്നെ വധിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ശത്രുപക്ഷത്തെ, അപ്പോൾ 2ാമത്തെ കൊല നടന്നതും മുസ്ലിങ്ങളാണ് കൊല നടത്തിയത്, ശത്രുപക്ഷത്ത് ഖുറൈശികളാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് ശത്രുപക്ഷത്തെ ഉത്ബയും ഷൈബയും അദ്ദേഹത്തിൻ്റെ പുത്രൻ വലീദും ദ്വന്ദ്വയുദ്ധത്തിനുള്ള വെല്ലുവിളികളുമായി രംഗത്തിറങ്ങി. ഹംസ ഷൈബയെയും അലി വലീദിനെയും വാളിനിരക്കായി. 1, 2, 3, 4 കൊലകൾ. 4 കൊലകളും ആദ്യം നടന്ന 4 കൊലകളും നടത്തിയത് സ്വഹാബത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. കൊല്ലപ്പെട്ടത് ഖുറൈശികളാണ്. ഉബൈദ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. റമളാൻ 17 വെള്ളിയാഴ്ച രാവിലെ ഇരു വിഭാഗവും പടക്കളത്തിലിറങ്ങി ശക്തമായി ഏറ്റുമുട്ടി. നബി പന്തലിന് ഇറങ്ങി വന്ന് ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ രക്തസാക്ഷ്യം വഹിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഇത് കേട്ട് ഉമൈർ ബിനു ഹമാം താൻ തിന്നുകൊണ്ടിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞ് രണാങ്കണത്തിലേക്ക് ഇറങ്ങി. അധികം താമസമുണ്ടായില്ല അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വഹിക്കാൻ. ഇതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവവിശ്വാസത്തെ എങ്ങനെയാണ് മുതലെടുക്കുന്നത്, ഈ പൗരോഹിത്യവർഗം മുതലെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഇത് അന്ന് മാത്രമല്ല ഇന്നും ഇതിൻ്റെ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ പോരാടുക. നിങ്ങൾക്ക് മരണമാണ് വരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളും സ്വർഗത്തിലെ ഹൂറിമാരും ഇവരൊക്കെ ലഭിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഖുർആനിൽ മാത്രമല്ല കേട്ടോ, മറ്റുള്ള ഇതര വേദഗ്രന്ഥങ്ങളിലും ഈ സെയിം സിറ്റുവേഷൻ, ഇത്തരം സിറ്റുവേഷനുകളിൽ അവരുടെ ആത്മീയ നേതാവായിട്ടുള്ള ആളുകൾ പറയുന്നൊരു കാര്യം, നിങ്ങൾ പോരാടുക, യുദ്ധം ചെയ്യുക, എന്നിട്ട് യുദ്ധത്തിൽ ജയിച്ചാൽ ഇവിടെയുള്ള സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെയുള്ള ആ സ്വത്തുക്കളിലൊന്നും തന്നെ ഹറാമ് ഹലാലൊന്നും ഇല്ല കേട്ടോ, ഹക്കും ബാത്തിലൊന്നുമില്ല. അള്ളാഹു അനുവദിച്ച നമ്മളുടെ ഹക്ക് മാത്രം അങ്ങനെയൊക്കെ പറയില്ലേ, ഹക്കും ബാത്തിൽ അതൊന്നുമില്ല. അത് കിട്ടുന്നത് മുഴുവനും ഇവർക്ക് ഹലാലാണ്. അതൊക്കെ തിന്നാട്ടോ, അതിന് കയ്യും കണക്കൊന്നുമില്ല, ചോദ്യം പറച്ചിലൊന്നുമില്ല. അങ്ങനെ കിട്ടുന്നത് മുഴുവൻ. അപ്പോൾ യുദ്ധത്തിൽ ജയിച്ചാൽ ഇവിടുന്ന് അത് കിട്ടും. ഇനി അഥവാ മരണപ്പെട്ടു പോയി, രക്തസാക്ഷിയായി, സ്വർഗത്തിൽ അതിനേക്കാൾ ഉത്തമമായത് കിട്ടും. ഇവിടെ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ള സംഭവങ്ങൾ 72 ഹൂറിമാരും അങ്ങനെ കുറേ മദ്യപ്പുഴ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഇരട്ടി കിട്ടുമെന്നുള്ള പ്രലോഭനം
ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും, എടുത്തു ചാടും. അങ്ങനെയാണ് ഈ ഒരു സ്വഹാബി ചെയ്തിട്ടുള്ളത്. ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് കേട്ട് റസൂൽ ഇത് പറയണത് കേട്ടപ്പോൾ നിങ്ങൾക്ക് രക്തസാക്ഷ്യം വഹിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് പറയുന്നത്. ഞാനും നിങ്ങളൊന്നും അല്ല പറയുന്നത്. ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബിയാണ് ആ ഒരു ഉറപ്പ് കൊടുക്കുന്നത്, ഇതിൽ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന്. അത് കേട്ടത് വായി, കേൾക്കാത്തത് വാതി. ഈത്തപ്പഴം തിന്നണത് വലിച്ചെറിഞ്ഞിട്ട് രണാങ്കണത്തിൽ ഇറങ്ങുകയും അധികം താമസിയാതെ തന്നെ അദ്ദേഹം രക്തസാക്ഷി ആകുകയും ചെയ്തു. മുസ്ലിങ്ങൾ ധൈര്യവും ആവേശവും ശക്തവുമായി പോരാടിയേ ഓരോരുത്തർക്കും 2 ആളുമല്ല 10 ആളുകളുടെ കരുത്ത് കൈവന്നു. ബിലാൽ തന്നെ ക്രൂരമായി മർദ്ദിച്ച തൻ്റെ യജമാനൻ ഉമയ്യത്തിനെ യുദ്ധക്കളത്തിൽ കാണുന്നു. അവൻ രക്ഷപ്പെട്ടുകൂടാ എന്ന് പ്രഖ്യാപിച്ച ബിലാൽ കനത്ത ആക്രമണത്തിൽ ഉമയ്യത്തിനെ കൊന്നുകളഞ്ഞു. മുആദ് ബിൻ അംർ ഷിർക്കിൻ്റെ കൊടിയ വാഹനായ അബൂജഹലിനെ വകവരുത്തി. ആവേശം ജ്വലിപ്പിച്ച് നബി യുദ്ധക്കളത്തിലിറങ്ങി. ഒരു പിടി ചരൽ വാരി ശത്രുക്കളുടെ നേരെ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ മുഖങ്ങൾ നശിച്ചു പോകട്ടെ. തുടർന്ന് ശത്രുക്കളുടെ നേരെ ശക്തമായ നീക്കം നടത്താൻ നബി കൽപ്പിച്ചു. ബദറിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ സ്ഥൈര്യം പകർന്നു കൊണ്ടിരുന്നു. മലക്കുകളെ അയച്ച് അള്ളാഹു സഹായിക്കുമെന്ന അറിയിപ്പ് മുസ്ലിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉളവാക്കി. എന്നിട്ട് ഇതിനു ശേഷം ഏതാനും ഖുറൈശി പക്ഷത്ത് നേതാക്കൾ ഉൾപ്പെടെ 70 ആളുകൾ വധിക്കപ്പെട്ടു. 70 പേർ ബന്ദികളായി പിടിക്കപ്പെട്ടു. മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഒരു പഴങ്കിണറ്റിലിട്ടു. ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് മരണപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡി ഒരു പഴയ കിണറിൻ്റെ അകത്തേക്ക് ഇട്ടുവെന്ന്, എല്ലാം കൂടി കൂട്ടി അതിൻ്റെ അകത്തേക്ക് ഇട്ടുവെന്ന്. മൃതശരീരങ്ങളെ മയ്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരാചാര്യനും അനുചരന്മാരും ഇങ്ങനെയാണ് മൃതശരീരത്തെ. പിന്നെ അത് വേറെ ബുക്കുകളിൽ, ചരിത്രങ്ങളിൽ മൃതശരീരങ്ങളോട്, ആ മരണപ്പെട്ട മൃതശരീരങ്ങളോട് വളരെ വൈകാരികമായിട്ട് വൈകൃതമായിട്ടൊക്കെ പ്രവാചകൻ സംസാരിച്ച കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ബുക്കിൽ അത് പരാമർശിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും മുസ്ലിങ്ങളിൽ നിന്ന് സ്വത്തുക്കൾ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓഹരി വെച്ചു ഭാഗിച്ചു കൊടുത്തു പ്രവാചകൻ. യുദ്ധാവസരത്തിൽ മദീനയിൽ സംരക്ഷണ ചുമതലകൾ നിർവഹിച്ചവരെയും യുദ്ധത്തിന് വരാതെ മദീനയിലെ ഭരണാധികാരിയാണല്ലോ പ്രവാചകൻ. അപ്പോൾ അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളുണ്ടല്ലോ, യുദ്ധത്തിന് വരാതെ അവിടെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൂടെ, മദീനയിൽ സേഫ് സോണിലാണ് അവർ ജീവിച്ചിരുന്നത്. മദീനയിൽ അവർക്കൊരു ഭരണവും ഈ പറഞ്ഞ പോലെ നല്ല രൂപത്തിൽ അവർക്ക് കൃഷിയൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അവരുടെ പ്രബോധനം നടത്തിയിട്ട് അവർക്ക് മാന്യമായ രൂപത്തിൽ സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊക്കെ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് മക്കയുടെ അധികാരം, കഅബയെ കീഴ്പ്പെടുത്തി കഅബയുടെ അധികാരം ഇതെല്ലാം ഖുറൈശികളിൽ നിന്ന് പിടിച്ചടച്ചിട്ട് മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കണം എന്ന ഒരു നിയ്യത്ത് മാത്രമാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും മറ്റുള്ളവരെ പരിഗണിച്ച് അവരെയും ഈ പറയുന്ന രൂപത്തിൽ അവരുടെ അവകാശങ്ങളെ വകച്ചെടുത്തുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം, അത് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി. നമ്മളൊരു പ്രദേശത്ത് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വിശ്വാസം കൊണ്ട് നടക്കുന്നു. ആ വിശ്വാസത്തിന് എതിരായിക്കൊണ്ട് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഉയർന്നു വരുന്നു. അയാൾ നമ്മളുടെ വിശ്വാസങ്ങളെല്ലാം തള്ളിപ്പറയുന്നു. എന്നിട്ട് നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ തള്ളിപ്പറയുകയും നമ്മുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതിനൊക്കെ തള്ളി തകർത്ത് അവർ ആ പറയുന്ന പുതിയൊരാശയവും ആദർശവും പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാരണവന്മാരായിട്ട് അവർ ജീവിക്കുന്ന തലമുറകളായിട്ട് അവർ ആരാധിക്കുകയും അത്തരത്തിലുള്ളൊരു വിശ്വാസവും പേറി ജീവിക്കുന്ന ഒരു ഇടമാണ് ഈ കഅബ. ആ കഅബയിൽ അവരുടെ വിശ്വാസം പേറി ജീവിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരാൾ വരികയും അതിനെ തല്ലി തകർക്കുകയും ചെയ്യുമ്പോൾ ഈ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഖുറൈശികളുടെ സ്ഥാനത്ത് നമ്മളാണെന്ന് കരുതുക. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളില്ലേ, അവരാണെന്ന് കരുതുക. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിനെതിരായിക്കൊണ്ട് മറ്റൊരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വിശ്വാസ പ്രബോധനം നടത്തിക്കൊണ്ട് ഒരാൾ വരികയും നമ്മുടെ വിശ്വാസങ്ങളെ തല്ലി തകർത്തുകൊണ്ട് ഇതെല്ലാം കൈകടത്തലുകളും പൗരോഹിത്യത്തിൻ്റെ നിർമ്മിതാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനിർമ്മിതാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തല്ലി തകർത്ത് അവർ പറയുന്ന ഒരു പ്രത്യേക ആംഗിളിൽ നിന്നുള്ള ദൈവസങ്കല്പവും അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മത ആശയാദർശങ്ങളും നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മളായിട്ട് ചിന്തിച്ച് നോക്കൂ. ഈ പല കാര്യങ്ങളും നമ്മൾ ന്യായീകരിക്കുമ്പോൾ അവർ അതിന് അർഹരാണ്, അവരങ്ങനെ തന്നെ ചെയ്യണം, അവരോട് കൊള്ള നടത്തിയത് ശരിയാണ്, തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നമ്മളും നമ്മളുടെ ഭാഗത്ത് അവരുമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാ മനുഷ്യരും തുല്യരല്ലേ? എല്ലാവരും ഓരോ തരത്തിലുള്ള ദൈവിക സങ്കല്പങ്ങളുമായിട്ട് ജീവിക്കുന്നവരല്ലേ? ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരില്ലേ?
ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്ത് ഒരു നീതിപൂർവമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് രണ്ട് വശത്തുനിന്നും ചിന്തിക്കണം. ഒരു വശത്തുനിന്ന് മാത്രം ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം നന്മയായിട്ടുള്ള തോന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ തന്നെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഓരോ ആളുകളും ചെയ്തു കൂട്ടുന്നത് ആ പാർട്ടിക്കാർ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അത് എത്ര ഭീകരമായ തെറ്റാണെങ്കിലും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെയാണ് ഏകപക്ഷീയമായിട്ടുള്ള അതിനെയല്ലേ നമ്മൾ എന്താ പറയുക വർഗീയ ഫാഷിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനല്ലേ ആ ഒരു നിലപാടല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ കാണുന്ന ചരിത്രങ്ങളിൽ കാണുന്ന അതല്ലേ. ഇതിൽ അവസാനം മുഹമ്മദ് നബി ആ സ്വത്തുക്കളൊക്കെ ഓഹരി വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ഈ തടവുകാരോടുള്ള പെരുമാറ്റ രീതിയൊക്കെ ഭയങ്കര ഒരു ടെക്നിക്കലായിട്ടാണ് കൈകാര്യം ചെയ്തത്. നല്ല സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുകയും ആ പെരുമാറ്റം കണ്ടിട്ട് പല ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ക്രൂരതകൾ കാണിച്ച 2 ബന്ദികളെ നബി അവിടെ വെച്ച് തന്നെ വധിക്കാനായിട്ട് ഉത്തരവ് നൽകി. അത് യഥാർത്ഥത്തിൽ ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു വഹീൻ്റെ അടിസ്ഥാനത്തിലല്ല ആ ആളുകൾ 2 ആളുകളെ വധിച്ച കാര്യം പറയുന്നുണ്ട്. ഈ ഒരു ഗ്രന്ഥത്തിൽ അവരുടെ പേരോ വിവരങ്ങളൊന്നുമില്ല. മറ്റൊരു ഗ്രന്ഥത്തിൽ അതിൻ്റെ പേര് വിവരങ്ങളുണ്ട്. ആ പേര് വിവരങ്ങൾ നമുക്കറിയാം. അതിൽ ഒരാളുടെ പേര് ഉക്കുബത്ത് ബിൻ അബി മൊയ്ത്ത്, ഒരാളുടെ പേര് നെഹ്ലൂർ ബിൻ ഹാരിസ്. ഈ ഉക്കുബത്ത് ബിൻ അബി മൊയ്ത്ത് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പേര് കേട്ട് പരിചയം ഉണ്ടാവില്ല. നമ്മൾ മദ്രസയിൽ നിന്നും വാദ പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടൊരു കാര്യമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ പോയ സമയത്ത് ചീഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൊണ്ടുവന്ന് ഇടുകയും നബിക്ക് പിന്നീട് സുജൂദിൽ നിന്ന് എണീക്കാൻ കഴിയാതെ പോവുകയും എന്നിട്ട് ഫാത്തിമ ബീവി വന്നിട്ട് അത് മാറ്റി കൊടുക്കുകയും ചെയ്തു. ഫാത്തിമ ബീവി അന്ന് ചെറിയ കുഞ്ഞാണ്. ഇത്രയും ആരോഗ്യമുള്ള നബിക്ക് അതെടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ കുഞ്ഞായ ഫാത്തിമ ബീവി അതെടുത്ത് മാറ്റി കൊടുത്തു എന്നാണ്. കഥയിൽ ചോദ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിലൊന്നും ചോദിക്കുന്നില്ല. ശരി, അങ്ങനെ ഫാത്തിമ ബീവി മാറ്റി. ഫാത്തിമ ബീവിക്ക് മാറ്റാൻ കഴിയുന്നതും നബിക്ക് മാറ്റാൻ കഴിയാത്തതുമായ ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാലയാണത് എന്ന് കരുതിയാൽ മതി. എന്നിട്ട് ആ കുടൽമാല മാറ്റി പ്രവാചകൻ ആ കുടൽമാല ചീഞ്ഞ കുടൽമാല ഇട്ട ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയും ആ ആൾ അങ്ങനെ സ്വതന്ത്രനായി വിട്ടു. അപ്പോൾ എത്ര വലിയ വിട്ടുവീഴ്ചയുടെ മകിടോദാഹരണമാണ്. ചീഞ്ഞ് മണത്ത് നാറുന്ന കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്ന്, അതും ഒരു ഏറ്റവും അഫ്ളലായ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്ന് ഇട്ട ആളോട് മാപ്പ് കൊടുത്ത പ്രവാചകൻ അങ്ങനെ നമ്മളാണെങ്കിൽ ചെയ്യോ എന്നൊക്കെ ഉസ്താദ്മാർ നമ്മളോട് ചോദിക്കാറുണ്ട്. ആ പ്രവാചകൻ ഈ പറയുന്ന കക്ഷിയെ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ചരിത്രത്തിൽ. ബദറിന് ശേഷം വഹിയൊന്നും വരാതെ തന്നെ ആ ആളുകളുടെ കാര്യത്തിൽ പ്രവാചകൻ തീരുമാനമാക്കുകയാണ്. അതിലൊരാളാണ് ഈ ഉക്കുബത്ത് ബിൻ അബി മൊയ്ത്ത്. ഈ ഉക്കുബത്ത് ബിൻ അബി മൊയ്ത്താണ് റസൂലിൻ്റെ കഴുത്തിൽ ആ ചീഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ട ആൾക്ക് കാരുണ്യത്തിൻ്റെ നിറകടലായ പ്രവാചകൻ പുറത്തു കൊടുത്ത് കാരുണ്യം കാണിച്ചു എന്നല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ആ ആളെ ഈ ഒരു യുദ്ധം ജയിച്ച് നിൽക്കുന്ന ഒരു അധികാരത്തിൻ്റെ ആ ഒരു സോപാനങ്ങളിൽ വിഹരിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ആ പറഞ്ഞ ഉക്കുബത്ത് ബിൻ അബി മൊയ്സിനെ ക്ലോസ് ചെയ്തു. എന്താ കാരുണ്യല്ലേ. അപ്പം അവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളിങ്ങോട്ട് ദ്രോഹിക്കുന്ന, ഇപ്പോൾ ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് ദ്രോഹങ്ങൾ, അക്രമങ്ങളൊക്കെ, അനീതിക്കും അധർമ്മത്തിനൊക്കെ ഇരയായ വ്യക്തിയാണ്. ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഈ സംസാരിക്കുന്ന സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് രാവിലെ കൂടെ അതിൻ്റെ പേരിൽ കണ്ണുനീരൊഴുക്കിയ ആളാണ്. ഇത് ചെയ്യുന്ന ആരാണ്? ഈ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാമിൻ്റെ വലിയ പടവാഹകരായ, തൗഹീദിൻ്റെ പടവാഹകരായ, പരിശുദ്ധ മിമ്പറുകളിൽ ഖുതുബ പറയുന്ന ആളുകളിൽ നിന്നാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ, ഈ പരലോകമുണ്ടെന്നും പരലോകത്താണ് യഥാർത്ഥ ജീവിതമെന്നും ഇവിടെ വിട്ടുവീഴ്ചയുടെ മകിടോദാഹരമായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത ഈ പ്രവാചകൻ അധികാരത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലെ ആദ്യത്തെ ദിവസം വിജയിച്ചു എന്ന് കണ്ട ആദ്യത്തെ ദിവസം, 1-ാമത്തെ ദിവസം തൻ്റെ കഴുത്തിൽ ചീഞ്ഞ കൊടൽമാല ഇട്ട വ്യക്തിയെ, ആ വ്യക്തി ചെയ്ത പ്രവൃത്തിക്ക് പരിഹാരമുണ്ടാക്കിയിട്ടാണ് യുദ്ധക്കളം വിട്ടുപോയത്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഈ പരലോകമുണ്ടെന്ന് അറിയില്ലേ? പരലോകത്ത് വെച്ചിട്ട് അവന് ചീഞ്ഞ കുടൽമാല, കോടിക്കണക്കിന് കുടൽമാല അവൻ്റെ കഴുത്തിലിടുമെന്നും അവനെ നരകത്തിയിലിട്ട് കത്തിക്കുമെന്ന് ഉറപ്പുള്ള പ്രവാചകനല്ലേ? ആ പ്രവാചകൻ എന്താ ചെയ്ത്? ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവന് ആ ഒരു പ്രവൃത്തിക്ക് തന്നെ ദ്രോഹിച്ച ആളോട് പരിഹാരമുണ്ടാക്കി. പരലോകത്തേക്ക് വിട്ട് ക്ഷമിക്കലല്ല, ഈ ദുനിയാവിൽ തന്നെ പരിഹാരം ഉണ്ടാക്കുകയാണ്. അത് നബിയല്ലേ, വഹിയുള്ളതല്ലേ. നമ്മൾക്കിപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിയമപരമായി നിയമത്തിൻ്റെ എല്ലാ സംഭവങ്ങളിലും ഒതുങ്ങി നിന്ന് അക്രമവും അനീതിക്കുമെതിരെ പോരാടാൻ ഏതൊരാൾക്കും റൈറ്റുണ്ട് നമ്മുടെ രാജ്യത്ത്. അക്രമവും അനീതിയും പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഉസ്താദ മൗലവിയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. എന്നാൽ വേറെ വല്ലവരാണെങ്കിൽ കൊടിയും എടുത്തിട്ട് അവൻ്റെ കയ്യും കാലും വെട്ടാനായിട്ട് ഇറങ്ങാം അല്ലേ? ഇവരാണ് ചെയ്യണം, ഇസ്ലാമിസ്റ്റുകളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുണ്യം, മറ്റൊരാണ് ചെയ്യണമെങ്കിൽ അത് നരകം.
ആരോടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ മൗലവിമാരെ നിങ്ങൾ ആരാണ് ഈ പറ്റിക്കുന്നത്? കുറെ കാലമായില്ലേ, 100 കൊല്ലത്തോളമായില്ലേ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയുന്ന തൗഹീദ്, നിങ്ങൾ തൗഹീദിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ തൗഹീദിൻ്റെ കോല യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. തൗഹീദിൻ്റെ പടനായകരായിട്ടുള്ള മുജാഹിദുകൾ KNM ഔദ്യോഗികവും വിസ്റ്റം ഗ്രൂപ്പും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്തരത്തിൽ പേരെടുത്ത് പറയണ്ടെന്ന് കരുതിയാണ്. പക്ഷെ ഇന്ന് രാവിലെ കൂടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറും മുശ്രിക്കും മുർത്തദുമാക്കാനൊക്കെ പെടാപ്പാട് പെടുന്നത്. എന്നിട്ട് അത് വലിയ ദാവത്താണ്. അത് പുണ്യമുണ്ടെന്ന് കരുതിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ബിസിനസ്സുകാർ മുൻപന്തിയിൽ. എന്നിട്ട് അതിനു വേണ്ടി കൊടി പിടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കസേര എടുത്ത് അങ്ങോട്ടെറിയാനും ഇങ്ങോട്ടെറിയാനും ആളുകളെ പിടിച്ച് ഉന്താനും ഒക്കെ ഈ പറയുന്ന ജിഹാദാണെന്ന് കരുതിയിട്ട് ഇറങ്ങി തിരിച്ച വലിയ താടിയും മുക്കാ പാൻറ്റും ഇട്ടിട്ട് കുറേ ആൾക്കാർ. ഏത് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദർശനമാണ് നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഇതാണോ സ്നേഹത്തിൻ്റെയും സമാധാനം? ഇത് കണ്ടിട്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദർശനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരാൾ ഇസ്ലാം പുൽകുമോ? ഇസ്ലാമിനെ അങ്ങനെ കാണാൻ കഴിയുമോ? നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കാണുന്ന ഇമാതിരി അക്രമവും അനീതിയും കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. എല്ലാ ആളുകളും ഈ കിതാബ് വായിച്ചിട്ടല്ല ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. നിങ്ങളുടെ ഇമാതിരി വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, തെമ്മാടിത്തരങ്ങൾ കണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഈ മാതിരി സാധനങ്ങൾ ഈ കിതാബിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയാലും അക്രമവും അനീതിയും അധർമ്മത്തിലും കൊടികുത്ത് വാഴ്ന്ന് യാതൊരുവിധ ഹക്കും ബാത്തിലും ഇല്ലാതെ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ പിടിച്ചടക്കി അതിൽ അധികാരം സ്ഥാപിച്ച് തൻ്റെ ആദർശങ്ങൾ ആ പണം ഉപയോഗിച്ചിട്ട്, ഹറാമായ പണം ഉപയോഗിച്ചിട്ട് പ്രബോധനം ചെയ്യുന്നത്, അതാണ് പോലും ദാവത്ത്. അങ്ങനെ ഹറാമായ മുതൽ ഉപയോഗിച്ച് കെട്ടിപ്പടക്കുന്ന സാമ്രാജ്യം നോക്കിക്കുത്തിരിക്കുന്ന ഒരാളാണോ ഈ അഖിലാണ്ട പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ? ആ തമ്പുരാൻ ഈ മനുഷ്യന്മാരെ പരസ്പരം കൊലവിളി നടത്തിയിട്ട്, ആ കൊലവിളി നടത്തിയത് കൊലയും നടത്തിയിട്ട് അങ്ങനെയാണോ ആ ദൈവത്തിൻ്റെ വചനങ്ങൾ സ്ഥാപിക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും? ഇത്രക്ക് കഴിവ് കെട്ടവൻ ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണോ ഇസ്ലാം അവതരിപ്പിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, തിരിച്ചറിവുള്ള ജനങ്ങളുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത് കേട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പാവം വിശ്വാസികളുണ്ട്. പക്ഷേ ഇതെല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഹക്കും ബാത്തിലും ബോധ്യപ്പെട്ടിട്ട് ഇതിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികളുണ്ട്. കുറെ കാലമായില്ല ഇതൊക്കെ തുടങ്ങിയിട്ട്. ഈ ഗ്രന്ഥത്തിൽ ഇതായി പിടിച്ചു പറയാണ് എഴുതിയിട്ടുള്ളത്, പച്ചക്കൊള്ളയാണ് എഴുതിയിട്ടുള്ളത്. ബദർ യുദ്ധം പച്ചക്കൊള്ളയാണെന്നാണ് ഇത്രയും വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് തൗഹീദിൻ്റെ പോരാട്ടത്തിന് അള്ളാഹ് മലായിക്കങ്ങളെ ഇറക്കി അതിനെ വിജയിപ്പിച്ചു. ആ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കഴിഞ്ഞാൽ ഉഹുദിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഉഹുദിൽ എന്താ തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ലേ? ഉഹുദിലെ അള്ളാഹിൻ്റെ വചനം സംരക്ഷിക്കുന്നതിനായിരുന്നില്ലേ? തൗഹീദിൻ്റെ സംസ്ഥാപനത്തിനായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ ഉഹുദിൽ നേതൃത്വം കൊടുത്തത്? ഭൗതികപരമായിട്ട് ഏതൊരു കൂട്ടർക്കും അവരുടെ സാമഗ്രികൾ, യുദ്ധം ചെയ്യാനുള്ള അഭിനവ പാഠവും അതുപോലെ തന്നെ അവരുടെ ഭൗതികപരമായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ കാഴ്ചവെക്കുന്ന പോരാട്ടങ്ങളുടെ ഗതിവിഗതികൾക്കനുസരിച്ചിട്ടാണ് വിജയപരാജയങ്ങൾ ഉണ്ടാവുക. അത് ബദർ യുദ്ധത്തിൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചപ്പോൾ, ആദ്യമായിട്ട് പ്രവാചകന്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ എല്ലാവരും ബോധമില്ലാതെ ബുദ്ധിയും യുക്തിയും ഒന്നും ഉപയോഗിക്കാതെ എടുത്ത് ചാടിയിട്ട് അങ്ങ് ഫത്ഹാക്കി കളയുകയാണ്. എന്നാൽ ഉഹുദിലേക്ക് എത്തുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി. ഇത് ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധത്തിൽ പിടിച്ചു വെക്കുന്ന സ്വത്തുക്കളാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉഹുദിൽ എന്താ സംഭവിച്ചത്? കുറച്ചങ്ങ് യുദ്ധം നടക്കുമ്പോഴത്തേക്ക് ആ സ്വത്തുക്കൾ പിടിച്ചടക്കാനായിട്ട് ആക്രാന്തം മൂത്തിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. നബിൻ്റെ കൽപ്പന തെറ്റിച്ചിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. എന്തിന്? ഗനീമത്ത് സ്വത്ത് പിടിച്ചെടുക്കാൻ. അപ്പോൾ പുറകിലൂടെ വന്നിട്ട് അവരങ്ങ് കാച്ചി 70 പേരെ എന്താ പറയുക, ബദർ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. ഖുറൈശി വിഭാഗത്തിലെ 70 പേരെ കൊന്നുകളഞ്ഞു. ആ 70 പേരെ കൃത്യമായി ഉഹുദ് പേരിൽ ഒരാളെ പോലും കൂടുതൽ കൊന്നില്ല ഖുറൈശികൾ. തിരിച്ച് ഉഹുദിൽ 70 മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കൊന്നുകളഞ്ഞു. ആര്? ഖുറൈശികൾ. 71 പേരെ കൊന്നിട്ട് ഞങ്ങൾ ഒരുപടി മുൻപിൽ നിൽക്കട്ടെ എന്ന് പോലും ഈ ഖുറൈശികൾ ചിന്തിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരതിന് പകരം വീട്ടി. അപ്പോൾ ഖുറൈശികളുടെ ഭാഗത്തല്ലേ അവർ ജയിക്കണമെങ്കിൽ? ഖുറൈശികളുടെ ഭാഗത്ത് അള്ളാഹ് നിന്നതുകൊണ്ടല്ലേ ഖുറൈശികൾ ജയിച്ചത്? ഖുറൈശികളെ ജയിപ്പിച്ചത് ആരാണ്? ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രവാചകൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ പ്രവാചകൻ്റെ കൺമുമ്പിൽ അള്ളാഹിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ വിജയിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ യുക്തി എന്താണ്? ഇതൊക്കെ എത്രയേ ഉള്ളൂ. ഇത് ഭൗതികപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ഒരു മലായിക്കത്തിൻ്റെയും ഇറക്കമോ എന്തെങ്കിലും തൗഹീദിൻ്റെ എന്തെങ്കിലും പ്രാധാന്യമോ തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടം ഒരു മണ്ണാങ്കട്ട ഇതിലില്ല. ഇതിൽ ഭൗതികപരമായിട്ട് കുറച്ച് സ്വത്തുക്കൾ പിടിച്ചടക്കിയിട്ട് തൻ്റെ ആദർശം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് അധികാരത്തിൻ്റെ ഉന്നത സോപാനങ്ങളിൽ വിഹരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തുണ്ടാക്കിയൊരു സംഭവം മാത്രമാണ്. അതിലൊരു ഘട്ടത്തിൽ അവർ ജയിച്ചു, മറുഘട്ടത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് പരാജയത്തിൻ്റെ പ്രശ്നം ഉള്ളിലിങ്ങനെ തികട്ടി വരുന്നതുകൊണ്ട് പിന്നീടും ഈ കൊള്ളയടികൾ നടന്നുകൊണ്ടേയിരുന്നു. പിന്നീടുള്ള യുദ്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി അതെല്ലാം പോട്ടെ,
പ്രവാചകന്റെ വഫാത്തിന് ശേഷം എന്താ നടന്നത്? തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ട, തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ട. ഈ സെയിം ഇത് തന്നെ ഗോത്രങ്ങൾ തമ്മിലടിച്ച സംഭവം അതുപോലെ അനുവർത്തിച്ചു പ്രവാചകനുള്ള സമയത്ത്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അതേ സാധനം തന്നെ സ്വഹാബത്തും ചെയ്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി. തൗഹീദിന്റെ പടവാകർ തമ്മിൽ തല്ലിയാണ്. എന്തിന്? അവിടെ എന്താ തൗഹീദിന്റെ സംസ്ഥാപനമാണ്? തൗഹീദ് സംരക്ഷിക്കാനാണോ അവർ പരസ്പരം യുദ്ധം ചെയ്തത്? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്ത് കൊല്ലപ്പെട്ടു. തൗഹീദിന്റെ സംസ്ഥാപനത്തിന്, തൗഹീദിന്റെ സംരക്ഷണത്തിന് സ്വഹാബികളെ കൊല്ലുന്നു. ആരോടാണ് ഇത് പറയുന്നത്? ഇതൊക്കെ ഗനീമത്ത് സ്വത്തുക്കളും അധികാരത്തിനു വേണ്ടിയുള്ള പിടിവലികൾ, കടിവലികൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ്. അതല്ലാതെ ഇതിലൊന്നും ഒരു ആത്മീയതയുമില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, റമളാൻ, പരിശുദ്ധമായ റമളാനാണല്ലോ വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. റമളാൻ 17-ന് ബദറിൻ്റെ ആണ്ടും നെയ്ച്ചോറും ബീഫൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ സൂചിപ്പിച്ചു. അത് കുഴച്ചിട്ട് ഇങ്ങനെ അണ്ണാക്കിലേക്ക് വെക്കുമ്പോൾ ഈ കൊള്ളയുടെ ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന ചിന്ത അത് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഭക്ഷണം കഴിച്ചോ, ഭക്ഷണമല്ലേ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും എതിർക്കുന്നില്ല, കഴിച്ചോ. ഭക്ഷണം കിട്ടാൻ എത്രയോ പട്ടിണി പാവങ്ങൾ ബദർ ദിനമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവരോടൊപ്പം. എന്തുകൊണ്ടാണെന്നറിയോ? വിശപ്പിൻ്റെ വില അറിയുന്ന ഒരാളാണ്. വിശപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റമളാൻ വരിക എന്ന് പറയുന്നത് ഒരു മഹാസൗഭാഗ്യമാണ്. കാരണം അവനക്ക് മുടങ്ങാതെ ആ ഒരു മാസക്കാലഘട്ടം അവന് ഭക്ഷണം കിട്ടും പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ റമളാന് വരാൻ ആഗ്രഹിക്കുന്ന ആ ആളുകളുടെ ആ മാനസികാവസ്ഥയില്ലേ, ആ ഭക്ഷണം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം ബാക്കിയുള്ള 11 മാസവും ഈ 3 നേരം ഭക്ഷണം കിട്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല. ഈ റമളാനിൽ അത് കിട്ടുമല്ലോ. അങ്ങനെ റമളാനിനെ ആഗ്രഹിച്ച് നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധം എന്ന് പറയുന്ന ഒരു ദിനമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവിടെ ആദർശമോ അല്ലെങ്കിൽ വേറൊന്നും നോക്കിയിട്ടല്ല. അവരാ ഒരു ദിനം കിട്ടിയാൽ അന്ന് സുന്നി പള്ളികളിൽ പോയാൽ വയറിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ള ആഗ്രഹം കൊണ്ട് കാത്തിരിക്കുന്ന നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. അങ്ങനെയെങ്കിലും ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവട്ടെ. അങ്ങനെയെങ്കിലും ആ ഒരു പാപഭാരം വർഷങ്ങൾ കഴിയുമ്പോൾ, സഹസ്രാബ്ദങ്ങൾ കഴിയുമ്പോൾ മായ്ച്ചു കളയുമെങ്കിലും, മായ്ക്കപ്പെടുമെങ്കിലും അങ്ങനെ മായ്ച്ചു പോയിക്കോട്ടെ എന്ന ഒരു ധാരണയിലാണ് ഞാനത് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക. ഇതൊന്നും കുട്ടിക്കളിയല്ല. നമ്മൾ ബദറും ഉഹുദും കന്തക്കും ഒക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എരിപിരി കൊള്ളുമ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ, ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടന്ന കഥകൾ നമ്മൾ പഠിക്കാതെ പോകരുത്, മനസ്സിലാക്കാതെ പോകരുത്. സത്യവും നീതിയും ധർമ്മവും എവിടെയാണോ അത് ഖുറൈശികളുടെ അടുത്താണെങ്കിൽ ആ ഖുറൈശികൾക്ക് വേണ്ടി വാദിക്കണം. അത് ഹിന്ദുക്കളുടെ അടുത്താണെങ്കിൽ ആ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കണം. അത് ക്രിസ്ത്യാനികളുടെ അടുത്താണെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കണം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് പച്ചയായ കൊള്ള എന്നല്ലാതെ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഇസ്സത്തിനെ കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നടത്തിയ പ്രതിരോധമോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമുള്ള മലായിക്കത്തുകൾ പങ്കെടുത്ത ഒരു വിശുദ്ധ യുദ്ധമോ ഒന്നുമല്ല എന്ന് ഈ ചരിത്രം വായിച്ചുകൊണ്ട്, കിതാബ് വായിച്ചുകൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബ് വായിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ബുദ്ധിയുള്ള, യുക്തിയും ചിന്തയും ധാർമ്മിക ബോധവും സദാചാര ബോധവും തിരിച്ചറിവുമുള്ള, മനസ്സിൻ്റെ ഉള്ളിൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള, മനസ്സാക്ഷിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ നന്മകൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട്. ഓക്കെ, താങ്ക് യു.